കേരളീയ നവോത്ഥാനത്തിന് അടിത്തറപ്പാകിയ കീഴാള നവോത്ഥാന നായകരുടെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതിനായി കുഴിക്കാട്ടുശ്ശേരിയിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരും ഗവേഷകരും പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ കീഴാള നവോത്ഥാന നായകർ എന്ന വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. കേരളീയ നവോത്ഥാനത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ, സ്വാമി ആനന്ദതീർത്ഥൻ, പാമ്പാടി ജോൺ ജോസഫ്, കാവാരിക്കുളം കണ്ടൻകുമാരൻ, കുറുമ്പൻ ദേവത്താൻ, പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങി നിരവധി സാമൂഹിക നവോത്ഥാന നായകരുടെ സംഭാവനകളെ ആസ്പദമാക്കിയാണ് സംവാദം നടന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ഇ.ഡി. ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ എക്സസൈസിൽ കേരളം ഒട്ടും പറയിലല്ല. നമ്മുടെ ഗ്രാമ തലത്തിലുള്ള ജനാധിപത്യമായാലും, നമ്മുടെ ത്രിതല പഞ്ചായത്തുകളായാലും, നമ്മുടെ നിയമസഭാ സംവിധാനമായാലും, നമ്മുടെ കോടതികളായാലും, നമ്മുടെ സർക്കാർ സംവിധാനം ഒരു തരത്തിലും ഒരു പരിധി വിട്ട് താഴോട്ട് പോകാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ അഖിലേന്ത്യാ സാഹചര്യമായിട്ട് നോക്കുമ്പോൾ ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ശബ്ദം ഇത്തരം വേദികൾക്ക് കേൾപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കടക്കം ഉത്തരേന്ത്യയിലെ പോലുള്ള നിലപാടുകൾ പോലും നമ്മുടെ നാട്ടിൽ എടുക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മുടെ പൗരബോധം വികസിച്ചിട്ടുണ്ട്, നമ്മുടെ ആളുകളുടെ ചരിത്രബോധം വികസിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രബോധം പൗരബോധം വികസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാൻ വീണ്ടും വീണ്ടും ഈ ചരിത്രത്തിന്റെ പാഠങ്ങൾ പുനരുത്പാദിപ്പിക്കാനൊക്കെ കഴിയുന്നത്. അത്തരത്തിൽ കഴിയണമെങ്കിൽ നമ്മൾ കുറെ കൂടി പുതിയ തലമുറയിലേക്ക് ചരിത്രബോധം എത്തിക്കേണ്ടതുണ്ട്. 25ഓളം നവോത്ഥാന നായകരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച വി.യു. സുരേന്ദ്രൻ, എഴുത്തുകാരായ ഹൃഷികേശൻ പി.ബി., എം.സി. പോൾ എന്നിവരും പ്രഭാഷണം നടത്തി. ഡോക്ടർ സിൻഡോ കോങ്കോത്ത് അധ്യക്ഷത വഹിച്ചു. ഇമ്മാനുവൽ മെറ്റിൽസ്, വി.എസ്. സുഭാഷ്, പി.ടി. സ്വരാജ്, സുബാമണി, ബിനു ശ്രീവത്സം, വി.ആർ. മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെ സംഭാവനകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പൊതുസംവാദം സംഘടിപ്പിച്ചത്. മീഡിയ ടൈം, മാള.